ആശുപത്രിയിൽ നിന്നടക്കമുള്ള വിവരങ്ങൾ ഇപ്പോൾ ഞങ്ങൾ കളക്ട് ചെയ്തിരുന്നു. 7 ബോഡിയാണ് മരണം ഉറപ്പിക്കുന്നത്. അതേ സമയത്ത് പാർട്സ് കിട്ടിയിട്ടുള്ളതുണ്ട് മനുഷ്യ ശരീരം. ആ പാർട്സുകൾ നമുക്ക് DNA ടെസ്റ്റ് നടത്തിയെങ്കിൽ സ്ഥിരീകരിച്ച് ബാക്കി എത്രയെന്ന് അനൗൺസ് ചെയ്യാൻ കഴിയും. അനൗദ്യോഗികമായി 13 12 പറഞ്ഞ് പല രൂപത്തിലുള്ള വാർത്തകൾ വരും. ആശുപത്രിക്കാരോട് ചോദിച്ചപ്പോൾ ആ പാർട്സുകളെല്ലാം പോലെ DNA ടെസ്റ്റ് നടത്തി പരിശോധിച്ചതിന് ശേഷം കൃത്യമായി പറയാമെന്നാണ് പറഞ്ഞു. ഗുരുതരമായി പരിക്കേറ്റിട്ടുള്ളവർ ബേൺസ് ICയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആ ബേൺസ് ICയിലുള്ളവരുടെ ചിലരുടെ ഗുരുതരമാണ്. അപ്പോൾ അടിയന്തര ശുശ്രൂഷ ലഭിക്കാൻ ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും ആശുപത്രി അധികൃതരുമായി ബന്ധപ്പെട്ട് ഇതിനോടൊപ്പം ഏർപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും അതുപോലെ മറ്റ് മന്ത്രിമാരും എല്ലാം ഓരോ ഡിപ്പാർട്ട്മെൻറ്റുമായി തന്നെ ഇടപെട്ടിട്ടുണ്ട്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഏകോപനം ഉറപ്പാക്കി കളക്ടർ ഇടപെടുന്നുണ്ട്. അപ്പോൾ പരിക്കേറ്റവർക്ക് അടിയന്തര ശുശ്രൂഷ നൽകുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ധർമ്മം. അത് കൃത്യമായി ശ്രദ്ധിക്കാൻ വേണ്ടി ഗവൺമെൻറ് എല്ലാ സംവിധാനങ്ങളും ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ ഈ സ്ഫോടനം ഉണ്ടായ സ്ഥലത്ത് ഇനി കൂടുതൽ പരിശോധനകൾ ശാസ്ത്രീയമായി തന്നെ നടത്തേണ്ടതുണ്ട്. പല രൂപത്തിലുള്ള പരിശോധനകൾ നടക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ആ പരിശോധനകളെല്ലാം നടക്കാൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ മരണങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നമുക്ക് പരിക്കേറ്റവർക്ക് ഏറ്റവും നല്ല ചികിത്സ നൽകുക എന്നുള്ളതാണ് ആദ്യത്തെ ദൗത്യം. അത് കൃത്യമായി നിർവഹിക്കാനുള്ള ഏർപ്പാടുകളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങേയറ്റം നിർഭാഗ്യകരമായ വേദനാജനകമായ അനുഭവങ്ങളാണ് നമുക്കുണ്ടായിട്ടുള്ളത്. മരണം പറഞ്ഞവരുടെ വേർപാടിൽ ഗവൺമെൻറ്റിനുള്ള ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുകയാണ്. ഏറ്റവും വിഷമത്തോടും വേദനയോടും കൂടിയാണ് നമ്മളെല്ലാം വാർത്ത ശ്രമിച്ചത്. കൂടുതൽ മരണം ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് യുദ്ധകാലാടിസ്ഥാനത്തിൽ ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഗവൺമെൻറ് എല്ലാ മെഷീനറികളും ഏർപ്പെട്ട് കഴിഞ്ഞു. പ്രത്യേകിച്ചും ആതുര സേവന രംഗത്താണ് ആദ്യത്തെ പരിഗണനകളെല്ലാം വേണ്ടത്. അതാണ് ആദ്യഘട്ടത്തിൽ ശ്രദ്ധിച്ചിട്ടുള്ളത്. അപ്പോൾ പാഴ്സുകളായിട്ട് വന്നിട്ടുള്ള ബോഡി കൃത്യമായി മൊബൈൽ മോർച്ചറിലേക്ക് മാറ്റാനുള്ള ഏർപ്പാടുകൾ ചെയ്തു കഴിഞ്ഞു. അങ്ങനെ എല്ലാ നിലയിലും സംസ്ഥാന ഗവൺമെൻറ് ഉണ്ടായ ഈ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് ആദ്യഘട്ടത്തിൽ ശ്രദ്ധിക്കേണ്ടതും ചെയ്തു തീർക്കേണ്ടതുമായ കാര്യങ്ങളെല്ലാം ഇടപെട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് പൊതുവിൽ സൂചിപ്പിക്കാനുള്ളത്. മറ്റു കാര്യങ്ങളെല്ലാം നമുക്ക് തുടർന്നുള്ള പരിശോധനയിൽ കിട്ടുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കാൻ ആവശ്യമായ നീക്കങ്ങളുണ്ടാവും എന്ന് ഈ സന്ദർഭത്തിൽ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായി ആദ്യം പരിക്കേറ്റവർക്ക് ചികിത്സ നല്ല രൂപത്തിൽ ഉറപ്പാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ നമ്മൾ ചെയ്യേണ്ടത്. രണ്ടാമത്തെ കാര്യം ഈ ദുരന്തം എങ്ങനെ ഉണ്ടായി എന്നുള്ളത് സംബന്ധിച്ച് പരിശോധിച്ച് ഭാവിയിൽ ഉണ്ടാവാതിരിക്കാൻ ആവശ്യമായ ക്രമീകരണം ഉണ്ടാക്കുക. ഒപ്പം ഇതിൻ്റെ ഭാഗമായി നമ്മൾ കണ്ടെത്തേണ്ടതായ ശാസ്ത്രീയമായ ചില പരിശോധനകളിലൂടെ നമുക്കറിയേണ്ട ചില കാര്യങ്ങളിലേക്ക് അതെല്ലാം പരിശോധിക്കാൻ ആവശ്യമായ ക്രമീകരണങ്ങൾ ഗവൺമെൻറ് ഭാഗത്തുനിന്നുണ്ടാകും. ഒപ്പം പരിക്കേറ്റവർക്ക് ഈ എല്ലാ ശുശ്രൂഷയും നൽകിയാൽ സംരക്ഷിക്കുന്ന പോലെ തന്നെ മരണമടഞ്ഞവരുടെ ആശ്രിതർക്ക് ഏതെല്ലാം തരത്തിലുള്ള സഹായങ്ങളെല്ലാം ഭാവിയിൽ നമ്മുടെ പെരുമാറ്റച്ചട്ടങ്ങൾക്ക് ശേഷം ഗവൺമെൻറ് ആലോചിച്ച് കൃത്യമായി അത്തരം കാര്യം ഇപ്പം ഞങ്ങൾ ഈ ഇലക്ഷൻ രംഗത്ത് പെരുമാറ്റച്ചട്ടം നടത്തുന്നതുകൊണ്ട് മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രഖ്യാപനങ്ങളോ മറ്റു കാര്യങ്ങളോ ചെയ്യാൻ പാടില്ല. ദുരന്തവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളിലും ഗവൺമെൻറ് ഇടപെടേണ്ട ജീവൻ രക്ഷിക്കാൻ ആവശ്യമായ നടപടിക്രമങ്ങളും ഒപ്പം ആ കൂട്ടത്തിൽ തന്നെ ഇപ്പോൾ മരണമടഞ്ഞവരുടെ ബന്ധുക്കൾക്ക് കൃത്യമായി പോസ്റ്റ്മോർട്ടം നടത്തുന്നതോട് വിട്ടുകൊടുക്കാൻ ആവശ്യമായ ക്രമീകരണങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാത്തത് ഐഡൻറ്റിഫൈ ചെയ്യാൻ ആവശ്യമായ ക്രമീകരണം ഉണ്ടാക്കും. സാധാരണ തീരസാധാരണമായ തൊഴിലാളികളാണ്. നിശ്ചയമായി ഉണ്ടാകും. അക്കാര്യത്തിൽ സാധാരണക്കാരും പാവങ്ങളുമായിട്ടുള്ള തൊഴിലാളികളാണ് പറഞ്ഞു കേട്ടിട്ടുള്ള 40ഓളം പേര് ഉണ്ടായിരുന്നെന്ന് പറയുന്നു. നമുക്ക് ഏതായാലും അത്രയും പേരെ ഇപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള ആളുകളുടെ നിങ്ങൾ സൂചിപ്പിച്ച പോലെ അനന്തര നടപടികളെല്ലാം വളരെ ഭംഗിയായി കൃത്യമായി ചെയ്തു കൊടുക്കാൻ ഗവൺമെൻറ് എല്ലാ സഹായങ്ങളും ഉണ്ടാകും എന്നാണ് പറയാനുള്ളത്. എല്ലാ കാര്യത്തിലും ഗവൺമെൻറ് ഉണ്ടാവും. നേരത്തെ തന്നെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഈ കാര്യത്തിൽ എല്ലാ സജ്ജീകരണങ്ങളും ഉറപ്പാക്കിക്കൊണ്ട് ഗവൺമെൻറ് കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞു. നമുക്ക് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നും പ്രഖ്യാപിക്കാതെ തെരഞ്ഞെടുപ്പിൻ്റെ പെരുമാറ്റച്ചട്ടങ്ങൾ കിട്ടുന്നതുകൊണ്ട് ഏതെങ്കിലും ആനുകൂല്യങ്ങളോ തുകയൊന്നും നമുക്ക് പ്രഖ്യാപിക്കാൻ കഴിയില്ല. അതേസമയത്ത് ഈ
കാര്യങ്ങളെല്ലാം ഭംഗിയായി നടക്കാനുള്ള ക്രമീകരണങ്ങൾ ഗവൺമെൻറ് ഭാഗത്ത് ജില്ലാ ഭരണകൂടവും തഹസിൽദാർ ഇപ്പം തന്നെ അതിൻ്റെ ചുമതല ഇപ്പോൾ ആദ്യത്തെ പ്രാഥമികമായ ചെലവുകൾക്ക് വേണ്ടി ആണെങ്കിൽ പോരുമ്പോൾ തന്നെ ദേവസ്വം സെക്രട്ടറിയോട് അടിയന്തരമായൊരു തുക അനുവദിക്കാൻ പറഞ്ഞു 50 ലക്ഷം അനുവദിച്ച് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ തുടർന്ന് ബാക്കി വശം കൂടി ഞങ്ങളിപ്പം ദേവസ്വം സെക്രട്ടറിയോട് ഇപ്പോൾ വന്നു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കൂടി ആലോചിച്ച് ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ആ കാര്യങ്ങളൊന്നും കുറവും വരാതെ ഈ നടന്നതിനെ തുടർന്ന് ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ ഇനി ആവർത്തിക്കപ്പെടാതിരിക്കാനും ഒപ്പം സംഭവിച്ചു പോയത് നമുക്ക് കൃത്യമായി ഓരോന്നും പരിശോധിച്ച് ഇനി രക്ഷിക്കാൻ കഴിയുന്നവരെ കൂടെ രക്ഷിക്കാനും മറ്റ് മൃതശരീരങ്ങൾ കൃത്യമായി പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് അടക്കം ചെയ്യേണ്ട സംഖ്യകളിൽ എത്തിക്കാനും അതിൻ്റെ എല്ലാ കാര്യങ്ങളിലും വേണ്ട ക്രമീകരണം ഉറപ്പാക്കാനും ഗവൺമെൻറ് സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട മന്ത്രിമാരെല്ലാം ജില്ലയിൽ തന്നെ ക്യാമ്പ് ചെയ്ത് കാര്യങ്ങൾ ഏകോപിപ്പിക്കുകയും നിശ്ചയമായും ഞാനിപ്പോൾ ഇന്ന് തൊട്ട് ഈ കാര്യങ്ങളെല്ലാം ഞാനിവിടെ ഉണ്ടാവും, പോകുന്നില്ല. പുറമേ ഇപ്പോൾ ഈ ജില്ലയിലെ ചുമതലയുള്ള മന്ത്രി രാജൻ ഇങ്ങോട്ട് പുറപ്പെട്ടു തിരുവനന്തപുരത്ത് പോകുന്നുണ്ട്. ഹിന്ദു മിനിസ്റ്ററുണ്ട്, അതേപോലെ തന്നെ പുറകെ രാജീവ് മിനിസ്റ്റർ ഞാൻ സൗകര്യമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതായിരുന്നാലും അങ്ങനെ വിവിധ മന്ത്രിമാർ ഇവിടെ എത്തിച്ചേരും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഈ കാര്യത്തിൽ ആദ്യം തന്നെ ഇടപെട്ട് വേണ്ട കാര്യങ്ങൾക്കെല്ലാം നിർദ്ദേശങ്ങൾ കൊടുത്തു കഴിഞ്ഞു. ഞങ്ങളോട് ബാക്കി കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കാനും നിർദ്ദേശം ഇതാണ് പൊതുവെ സൂചിപ്പിക്കാം.